എം.എൽ.എയും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളും. മാലിന്യ പ്രശ്നത്തിലെ തർക്കം കൈവിട്ടതോടെയാണ് സ്ഥിതി വഷളായത്. കൂത്തുപറമ്പ് എം.എൽ.എ കെ.പി. മോഹനും സമരക്കാരും തമ്മിലാണ് ഉന്തും തള്ളുമുണ്ടായത്. ഡയാലിസിസ് സെന്ററിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുന്ന ആൾക്കാർക്കിടയിലേക്ക് എത്തിയതായിരുന്നു എം.എൽ.എ. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, സമരസമിതി പ്രവർത്തകരും എം.എൽ.എയും തമ്മിലാണ് ഉന്തും തള്ളുമുണ്ടായത്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പ്രശ്നം? കെ പി, നമ്മൾ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണിത്. അതായത് കണ്ണൂർ കൂത്തുപറമ്പ് കരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് ജനവാസ മേഖലയിൽ ഒരു ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഈ തണൽ എന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള ഒരു ഡയാലിസിസ് സെന്ററിലാണ്. ജനവാസ മേഖലയിലുള്ള ഈ ഒരു ഡയാലിസിസ് സെന്ററിൽ നിന്ന് മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളുന്നുവെന്ന് തുടക്കം തൊട്ടേ പരാതി ഉണ്ടായിരുന്നതാണ്. അതേ തുടർന്ന് DMO അടക്കം ഇത് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ നോട്ടീസ് അടക്കം നൽകിയ ഒരു ഡയാലിസിസ് സെന്ററാണ്. അവിടുന്ന് ഈ ഡയാലിസിസ് സെന്ററിലെ മാലിന്യം ഒഴുകി കിണറുകളിലേക്ക് എത്തി കുടിവെള്ളം മലിനമാവുകയും നിരവധി കുടുംബങ്ങൾ ആ പ്രദേശത്ത് നിന്ന് മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടിയും എന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ തുടർ സമരങ്ങൾ ഇങ്ങനെ നടന്നു വരികയാണ്. ആ സമരങ്ങൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ കൂത്തുപറമ്പ് എം.എൽ.എ ആയ കെ.പി. മോഹൻ അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. പലതവണ ഈ സമരക്കാർ എം.എൽ.എയുടെ അടുത്ത് പരാതിയുമായി പോയിട്ടും യാതൊരു നടപടിയും ഉണ്ടാത്ത ഒരു സാഹചര്യം കൂടിയാണ്. ഇന്നിപ്പോൾ കൂത്തുപറമ്പ് എം.എൽ.എ ആയ കെ.പി. മോഹനൻ ഇതേ പ്രദേശത്ത് ഒരു അംഗനവാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയതാണ്. ആ സമയത്ത് തന്നെ അവിടെ സമരക്കാർ ഈ കരിയാട്ടെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ സമരക്കാരെ ഒന്ന് കേൾക്കാൻ കൂടി തയ്യാറാകാതെ എം.എൽ.എ ഈ പ്രതിഷേധക്കാർക്ക്, അതായത് സമരക്കാർക്കിടയിലൂടെ തന്നെ ഈ പരിപാടിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് തങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി കേട്ടതിന് ശേഷമേ അങ്ങോട്ടേക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് അതിന് എം.എൽ.എ തയ്യാറായില്ല. തുടർന്ന് ഈ സമരക്കാരും എം.എൽ.എയും തമ്മിൽ ഒരു ചെറിയ തോതിലുള്ള ഒരു ഉന്തും തള്ളും ഉണ്ടായതാണ്. മറ്റു പല മാധ്യമങ്ങളിലും ഈ സമരക്കാർ എം.എൽ.എ കയ്യേറ്റം ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. എന്നാൽ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരു ഉന്തും തള്ളുമാണ്. അതായത് എം.എൽ.എയും ആ സമരക്കാരും തമ്മിലുള്ള ഒരു ഉന്തും തള്ളുമാണ്. സമരസമിതി നേതാവ് ശ്രീ അജിത് കരിയാണ് നമ്മോടൊപ്പം ശരിയാണ്. ശ്രീ അജിത് കരിയാണ്, എന്താണ് സംഭവിച്ചത്? എം.എൽ.എ സമരക്കാർ കയ്യേറ്റം ചെയ്തു എന്ന രീതിയിലാണ് മറ്റു മാധ്യമങ്ങളടക്കം വാർത്തകൾ വരുന്നത്. എന്നാൽ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്ന് കേൾക്കാൻ പോലും നിങ്ങളെ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കണം, കേട്ടിട്ട് പോകാം എന്നുള്ള നിലപാട് തന്നെയാണ് താങ്കളടക്കം സ്വീകരിച്ചതല്ലേ? തീർച്ചയായും സർ. ഇതിനകത്ത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ജനം നേരത്തെ ഇതിന്റെ എക്സ്ക്ലൂസീവായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓർഡർ DMO ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഡയൽ സെന്ററിന്റെ അധികാരികള് വളരെ ഗോപ്യമായിട്ട് ഒരു പൈപ്പ് വെച്ചിട്ട് അവിടത്തേക്ക് ഒഴുക്കിയ സ്ഥലത്താണ് ഈ ഇതില്ലേ അങ്ങേറ്റം ഗുരുതരമായിട്ടുള്ള രാസജൈവ മാലിന്യങ്ങൾ ഒഴുക്കിയ സ്ഥലത്താണ് ഇവിടെ അംഗനവാടി തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ അതിനുള്ള കൺസേണും അറിയിച്ചു. MLA-ന്റെ അടുത്തെല്ലാം 2.5 വർഷം മുന്നേ നമ്മൾ പരാതി എല്ലായിട്ട് ചെയ്തതാണ്. നിങ്ങൾ ആ വിഷ്വലിൽ തന്നെ കാണാം. ധിക്കരിച്ചുകൊണ്ടാണ് പോകുന്നത്. നിങ്ങൾ പിന്നെ കണ്ടോളാന്നെല്ലാം പറഞ്ഞിട്ടാണ് ഒരു MLA സാർ പോകുന്നത്. ഇതിന് മുന്നേ സാറിന് നിങ്ങൾക്ക് 2 വിഷ്വൽ നമ്മൾ അയച്ചു തരാം. ഇതിന് ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു, നമ്മളെ പാനൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആഷിം സാർ എന്ന് പറയും. അവര് നമ്മൾ തടഞ്ഞു. അവര് നമ്മളെ കേട്ടു. എന്നിട്ട് അവര് ഭംഗിയായിട്ട് പോയി. ഒരു ജനപ്രതിനിധി എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് ആഷിം ഖാന്റെ പെരുമാറ്റം കണ്ടാൽ നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ട്. അതായത് ശ്രീ അജിത് കരിയാണ്, നിങ്ങളടക്കം തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ്. സ്വാഭാവികമായും ജനങ്ങളുടെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അവിടെ അത് കേൾക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. സ്വാഭാവികമായും അത് ചോദ്യം ചെയ്യാനുണ്ടായതല്ലേ? എന്താണെന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഇത്ര അങ്ങേയറ്റം സ്വാധീനം വെച്ചാണ് ഇവർ പരിപാടി നടത്തുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവർ 2020 മുതൽ തുടങ്ങിയ സംഗതിയാണ്. സോപ്പിട്ട് അടിയിൽ ഒന്നും ചെയ്യാതെ കുഴിക്കക്കൂസുമാരിയാണ് ഈ 2020 മുതൽ ഇപ്പം വരെ ഓടുന്നത്. അപ്പം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എല്ലാ ടെസ്റ്റ് ചെയ്തിട്ടും സംഗതി തീരാത്ത സമയത്ത് ഇത് പരിശോധിക്കുമ്പം ഒരു മാനദണ്ഡവും ഇല്ലാതാ ചെയ്തത്. എന്നിട്ട് ആ സോപ്പിട്ട് ക്ലീൻ ചെയ്തിട്ട് മണ്ണിട്ട് മൂടാനുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. 1.5 മാസമായി ആ ഉത്തരവ് വന്നിട്ട്. അതും നടപ്പിലാക്കുന്നില്ല. ജനങ്ങൾ അങ്ങനെ അങ്ങേയറ്റം വെല്ലുവിളിച്ചുകൊണ്ട് കൊണ്ടുപോവാണ്. അതിപ്പം അങ്ങനെയാണിത് സംഗതി നടക്കുന്നത്. ജനങ്ങൾ അങ്ങേയറ്റത്തെ നിരാശയിലും പ്രതിഷേധത്തിലുമാണ്. ആ പ്രതിഷേധം നമ്മൾ അറിയിക്കാനുള്ള ജനാധിപത്യ രീതിയിലുള്ള പെരുമാറ്റം എല്ലാം നമ്മുടെ സൈഡിൽ നിന്നും ഉണ്ടല്ല. MLA നമ്മളെ അതിനകത്തുള്ളൊരു സമരസമിതി ആളെ കഴുത്ത് വെള്ളം പിടിച്ച് തള്ളുന്ന വിഷ്വൽ ഉണ്ട്, അയച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ സ്ത്രീകളും കുട്ടികളും ഗർഭിണി വരെ ഉണ്ട് അതിൻ്റെ അകത്ത്. അവരെല്ലാം തള്ളി മാറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് ഇതില്ലേ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന അതുപോലെയാണ് തള്ളിയിട്ട് പോയിട്ടുള്ളത്.
യെസ്, ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു ധാർഷ്ട്യം കലർന്ന സമീപനം തന്നെയാണ് MLA-യുടെ ഭാഗത്തിനുമുണ്ടായത്. വളരെയധികം നന്ദി ശ്രീ അജിത് കരിയാട് ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. വീണ്ടും മിഥുനിലേക്ക്. മിഥുൻ, ശ്രീ അജിത് കരിയാട് സമരസമിതി നേതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്ന് കേട്ടിട്ട് പോകൂ എന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ അവിടെയാണ് ധാർഷ്ട്യം കലർന്ന സമീപനം, ഒരു നിലപാട് MLA സ്വീകരിച്ചതല്ലേ? തീർച്ചയായും KP, നമ്മൾ ഈ സാധാരണഗതിയിൽ നമുക്കെന്തെങ്കിലും ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജനപ്രതിനിധികളോടാണല്ലോ പൊതുവെ പറയാറുള്ളത്. പക്ഷേ ഇദ്ദേഹം അത് കേൾക്കാൻ കൂട്ടാക്കാതെ ഈ പ്രതിഷേധക്കാർക്കിടയിലൂടെ തന്നെ നടന്നുപോയി എന്നുള്ളതാണ് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഉന്തും തള്ളിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. 2020 ഈ ഒരു പ്രദേശത്ത് ഈ ഒരു ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇത് പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് നാട്ടുകാർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് തന്നെ ഞങ്ങളുടെ നാടിൻ്റെ വികസനം മറ്റ് ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണ് ഡയാലിസിസ് സെന്റർ എന്നുള്ളത് കൊണ്ട് ഇരു കൈയും നീട്ടിയാണ് അവർ സ്വീകരിച്ചത്. പക്ഷേ പ്രവർത്തനം തുടങ്ങി ഏതാണ്ട് 1 വർഷം കഴിയുമ്പോൾ തന്നെ ഇതിന്റെ മാലിന്യം സംസ്കരിക്കാനുള്ളൊരു കൃത്യമായ സംവിധാനം ഈ ഡയാലിസിസ് സെന്ററിൽ ഉണ്ടാകാതെ വരികയും ഈ മാലിന്യം അവർ ഈ പുറത്തേക്കൊഴുകുകയും ആ പുറത്തേക്കൊഴുകിയ മാലിന്യം സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലേക്ക് ഊർന്നു വരികയും കുടിവെള്ളം, അതായത് കിണറുകളിൽ നിറയെ വെള്ളമുണ്ടെങ്കിൽ പോലും അത് കുടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ആ നാട്ടുകാർ മാറുകയും ചെയ്തു. തുടർന്നാണ് ഇതിവിടെ നിന്ന് മാറ്റണം അല്ലെങ്കിൽ ഒരു കൃത്യമായ മലിനീകരണ സംസ്കരണ സംവിധാനം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ ഒന്നടങ്കം സമരത്തിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു 4-5 കുടുംബങ്ങൾ അവിടുന്ന് താമസം മാറിപ്പോയിട്ടുണ്ട്, കുടിവെള്ളം ഇല്ലാത്ത അല്ലെങ്കിൽ കുടിവെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തെ തുടർന്ന്. ഇവർ പലതവണ ഈ MLA അടുത്ത് പരാതിയുമായി പോയതാണ്, എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ അതായത് ഇതേ പ്രശ്നം നേരിടുന്ന പ്രദേശത്താണ് പുതിയൊരു അങ്കണവാടി ഇവർ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഈ അങ്കണവാടിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് MLA ഈ സ്ഥലത്തേക്ക് വരുന്നതും. അപ്പോൾ ജനങ്ങൾ പറയുന്നത് ഈ ഒരു പ്രദേശത്ത് എങ്ങനെയാണ് അങ്കണവാടി പ്രവർത്തിക്കാൻ ആരംഭിക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ ഒരു പ്രശ്നം കൂടെ കേൾക്കൂ എന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ തയ്യാറാകാതെ വളരെ പെട്ടെന്ന് തന്നെ ഈ ആളുകൾക്കിടയിലൂടെ നടന്നു പോകാനൊരു ശ്രമമാണ് MLA നടത്തിയത്. ഇതാണ് ഈ സമരക്കാരും MLA തമ്മിലൊരു ഉന്തും തള്ളിലേക്ക് കലാശിച്ചത്. മറ്റ് മാധ്യമങ്ങൾ പറയുന്നത് പോലെ അതൊരു ഏകപക്ഷീയമായ കയ്യേറ്റമായി ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. KP, യെസ്, MLA സമരസമിതി പ്രവർത്തകരെ കേൾക്കാൻ പോലും തയ്യാറായിരുന്നില്ല. സമരസമിതി പ്രവർത്തകരെ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോഴാണ് സ്വാഭാവികമായൊരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.